മുഹറം എന്ന മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റമദാൻ കഴിഞ്ഞിട്ടോ, റമദാൻ കഴിഞ്ഞാൽ പിന്നെയാണിത്. അള്ളാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്. മുഹറം എന്ന് നിങ്ങൾ വിളിക്കുന്ന അള്ളാന്റെ മാസമായ മുഹറം ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളായിട്ട് അമ്മ നിശ്ചയിച്ചതാണ്. അതിൽ 4 പരിശുദ്ധങ്ങളാണ്, ഹുറുമാണ്, മുഹറമാണ്, വളരെ പവിത്രമാണ്. ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് ദുൽമ ചെയ്യരുത്, നിങ്ങൾ നിങ്ങളോട് ദുൽമ ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ ഈ 4 മാസത്തിൽ ദുൽമ ചെയ്യരുത്. അപ്പൊ 4 മാസം കഴിഞ്ഞാൽ പറ്റുന്നതാണോ അതിനർത്ഥം? അല്ലല്ല, 4 മാസത്തിൽ എന്തായാലും എന്ത് ചെയ്യരുത്, അല്ലെങ്കിലും ചെയ്യരുത്. ഈ 4 മാസങ്ങളുടെ ശ്രേഷ്ഠത അങ്ങനെയാണ്. അതുകൊണ്ട് ആർക്കും ദുൽമ വരുന്നൊരു പണി നിങ്ങൾ ചെയ്തേക്കരുതേ. അങ്ങനെയാണ് അതിന് ചില മുഫസ്സിരിങ്ങൾ അർത്ഥം കൊടുത്തത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അത്ഭുതകരമായ തഫ്സീറുണ്ട്. അവിടെ മഹാനവറുകൾ പറഞ്ഞു, ഫിൽ 12, ആ 4 മാസത്തിൽ ദുൽമ ചെയ്യരുതെന്നല്ല, ആ 12 മാസത്തിലും ദുൽമ ചെയ്യരുത്. 4 പവിത്രമാണ്. ഫലാ തുദ്ലിമൂ ഫീഹിന്ന, അവകളിൽ എന്ന് പറഞ്ഞത് 4ലേക്ക് മാത്രമല്ല, 12 ശഹറൻ, 12 മാസം എന്നല്ലേ പറഞ്ഞത്. ആ 12 മാസത്തിലും നിങ്ങൾ അക്രമം ചെയ്യരുത്, നിങ്ങളുടേതല്ലാത്തത് ആരോട് പിടിച്ചു വാങ്ങല്ലേ, പലരുടെയും അവകാശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിടിച്ചു വെക്കരുത്, കൊടുത്തേക്കണേ. ആരെങ്കിലും മാനസികമായി പീഡിപ്പിക്കരുത്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ ഇടങ്ങേറാക്കരുത്, നിങ്ങൾ ആരെയും ദുൽമ ചെയ്യരുത്. എപ്പോ? ഈ 12 കൊല്ലം മുഴുവൻ. ഇവരുടെ സമയമില്ലല്ലോ, മരിക്കോളം തന്നെ നിയമം. ദുൽമ പാടില്ല, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയം. മനുഷ്യൻ ഓരോരുത്തരും ഉമ്മാനെ വയറ്റുന്നു പോകുന്നത് അവനവന്റെ ഒരു കൃത്യമായ ഒരു എക്സിസ്റ്റൻസ് അല്ലാഹു നൽകിയിരിക്കുക. ആരും ആരുടെയും അസ്തിത്വത്തിന്റെ മേൽ കൈവെക്കരുത്. നമുക്ക് ജീവിക്കാൻ അവകാശമുള്ള പോലെ പുറത്താൾക്ക് അവകാശം. ഏത് നാട്ടിൽ നിന്ന് വന്നവനാവട്ടെ, ഏത് പാസ്പോർട്ടുള്ള, ഏത് ഭാഷ സംസാരിക്കട്ടെ, ആരും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അള്ളാഹു മുസ്തഖില്ലൻ, ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ആരും ആരെയും അതിക്രമിക്കരുത്, ആരുടെയും അവകാശത്തിന്റെ മേൽ കൈവെക്കരുത്. ആ നിയമം നിലനിൽക്കെ തന്നെ ഈ 4 മാസങ്ങൾ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾ ആ 4 മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് 4 മാസം തുടരെയാണ്. ഇരിക്കട്ടെ, ഈ 12 അറബി മാസം പഴക്കാതെ ചൊല്ലാൻ അറിയുന്നവരൊന്ന് കൈവക്കിയട്ടെ. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ശറഅ കണക്കാക്കിയ, അതായത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പോ ഹിജ്റ വന്നതിന് ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തും കഴിഞ്ഞ്, ഹിജ്റ കഴിഞ്ഞ് 10 വർഷം വരെ നബി തങ്ങൾ മദീനയിൽ താമസിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് തങ്ങൾ വഫാത്താകുന്നു. ഹിജ്റയുടെ 17ാമത്തെ വർഷമാണ് ഹിജ്റ കലണ്ടർ നിയമത്തിൽ വരുന്നത്. ഹിജ്റയുടെ 17ാം വർഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 7 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഹിജ്റ കലണ്ടർ വരുന്നത്. ആരായിരുന്നു അന്നത്തെ ഖലീഫ? ആരായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 7 ആയിട്ടുള്ളൂ. 2 വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 വർഷം ഉമർ തങ്ങള്, 12 വർഷം ഉസ്മാൻ തങ്ങള്, 6 വർഷം അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ടോട്ടൽ എത്ര വർഷമായി? 30 വർഷം. അൽ ഖിലാഫത്തു ബഅദി 30 സന, എന്റെ കാലശേഷം ഖിലാഫത്ത് 30 കൊല്ലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അത്ഭുതകരമായ ഹദീസാണ്. തങ്ങള് വഫാത്താകുന്നതിന് മുമ്പേ പറഞ്ഞു, അൽ ഖിലാഫത്തു ബഅദി 30 സന, 30 കൊല്ലമാണ് സത്യസന്ധമായ ഖിലാഫത്ത് എന്റെ കാലശേഷം നടക്കുക. സുമ്മ യകൂനു മുൽക്കൻ ഗദൂദ, പിന്നെ അതിക്രമങ്ങൾ നടക്കുന്ന രാജഭരണം വരാനുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ 2 കൊല്ലം, ഉമർ തങ്ങൾ 10, 12, ഉസ്മാൻ തങ്ങൾ 12 കൊല്ലം, 24, അലി തങ്ങൾ 6 കൊല്ലം, 30 കൃത്യമാണ്. അൽ ഖിലാഫത്തു ബഅദി 30 സന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂ മൂസ അശ്അരി തങ്ങളാണ് ഈ സംഭവം പറഞ്ഞത്. അന്ന് ഞങ്ങൾക്ക് ചീന റസായിലു മിൻ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ഞങ്ങൾക്ക് വരും. അപ്പോ അവരൊക്കെ പല രാജ്യങ്ങളിലും ഗവർണർമാരായിട്ട് ജോലി ചെയ്യാൻ. ഉമർ തങ്ങൾ എഴുതുക, ഈ ഷഅബാനിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റജബിൽ ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ കത്തെത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പോ ഇത് ഏത് റജബാണ്? കഴിഞ്ഞ റജബിനെ കുറിച്ചായിരുന്നോ ഈ പറഞ്ഞത്? എന്തെങ്കിലും വിഷയം അങ്ങനെ ഉണ്ടാവും.
അത് വരാൻ പോകുന്ന റജബാണോ കഴിഞ്ഞതാണോ ഒരു കാലഘട്ടത്തെ ബേസ് ചെയ്യാൻ പറ്റുന്നില്ല. അന്നൊക്കെ സ്വഹാബിമാര് കൃത്യമായൊരു സമയം, ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ആ സംഭവങ്ങളൊക്കെ പറയാം. ബദർ യുദ്ധം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവന്റെ കല്യാണം ഉണ്ടായത്, അങ്ങനെ പറയും. ഉഹദ് കഴിഞ്ഞ് 4-ാം മാസത്തിലാണ് ഇവ പ്രസവിക്കപ്പെട്ടത്. അന്നത്തെ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാ പറയാം. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു സ്വഹാബികളോട്, നമുക്ക് കലണ്ടർ വേണ്ടേ? ഹുർമുസാനുൽ ഫാരിസി അദ്ദേഹം പറഞ്ഞു ഉമർ തങ്ങളോട്, പേർഷ്യക്കാരുടെ കലണ്ടർ ഉണ്ട്, നമുക്ക് അത് സ്വീകരിച്ചാൽ എന്താ? മുസ്ലിം പറഞ്ഞു അത് വേണ്ട, അവർ തീയാരാധകരല്ലേ. റോമക്കാരും ഗ്രീക്കുകാരും ഉപയോഗിക്കുന്ന കലണ്ടർ ഉണ്ട്, നമുക്ക് അത് ആലോചിച്ചാൽ എന്താന്ന് ചോദിച്ചു. അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്താവണം? മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ ദിവസം എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ ദിവസം ഏതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കാലുകുത്തിയ ദിവസമാണ്. അതാണ് അല്ലാഹു പറഞ്ഞ ആദ്യ ദിവസം മുതൽ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളി എന്ന് പറഞ്ഞ മസ്ജിദ് ഖുബാ. ഖുബാ പള്ളിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മസ്ജിദുൽ ഇറാർ ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലെ. ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി. ലാ തഖും ഫീഹി അബദ, നബിയെ നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ. ആദ്യ ദിവസം മുതൽ തഖ്വയിൽ സ്ഥാപിക്കപ്പെട്ടൊരു പള്ളിയുണ്ടല്ലോ നബിയെ. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. നബിയെ, നല്ല മനസ്സുശുദ്ധിയുള്ള ആളുകൾ ആ പള്ളിയിലുണ്ട് നബിയെ. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണ് ആ പള്ളിയിലുള്ളത്. ആ പള്ളി ആദ്യ ദിവസം മുതലേ തഖ്വയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾ മദീനയിലേക്ക് വന്നിട്ട് ഒട്ടകം മുട്ടുകുത്തിയില്ലേ, തങ്ങൾക്ക് വീട് വേണം. ഓരോരുത്തർ വിളിച്ചു, നബി എന്റെ വീട്ടിൽ, എന്റെ വീട്ടിൽ. തങ്ങൾ പറഞ്ഞു, എന്റെ ഒട്ടകം എന്റെ ഒട്ടകത്തെ വിട്ടേക്കണേ, അത് അള്ളാഹുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒട്ടകമാണ്. ആ ഒട്ടകം മുട്ടുകുത്തുന്നു. ആ ഒട്ടകം മുട്ടുകുത്തിയെടുത്ത് നബി തങ്ങൾ വീട് വെക്കാൻ വേണ്ടി പറഞ്ഞു. അത് നബിയുടെ വീടല്ല, ആർക്കുള്ള വീടാണ്? അള്ളാഹുവിനുള്ള വീടാണ്. ആദ്യമായി നിബിതങ്ങൾ ചെയ്ത പണി അതാണ്. അള്ളാഹുവിനൊരു വീട് വെച്ചു കൊടുത്തു. പിന്നെ നിബിതങ്ങൾ താമസിക്കാൻ സംബന്ധിച്ച് ആലോചിക്കുന്നത് ആ പള്ളിയാണ് മസ്ജിദ് ഖുബാ. ആ ഖുബായിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു ഒരു ദിവസത്തെ പറഞ്ഞു, ആദ്യ ദിവസം. അപ്പൊ നമുക്ക് അതുമുതൽ കണക്കാക്കിയാൽ മതിയല്ലോ. ആ സംഭവം ഹിജറയാണ്. എന്നാ പിന്നെ നിബിതങ്ങളുടെ ജനനമോ വഫാത്തോ സംബന്ധിച്ചുള്ള ചർച്ചകൾ മഹാന്മാർ നടത്തുന്നുണ്ട്. എന്തേ സ്വഹാബികൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച്. സ്വഹാബികൾക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു സംഭവം അതിൽ നബിയുടെ വഫാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രാമത്തെ വർഷമാണതെന്നും ഏത് മാസമാണതെന്നും ഏത് ദിവസമാണ് ഏത് മണിക്കൂറിലാണ് നടന്നത്, ഇതെല്ലാം കൃത്യമായി സ്വഹാബത്തിനറിയാം. നബിതങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ പറയാറുണ്ട്. പ്രബലമായ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. തങ്ങളുടെ വഫാത്തും റബീഉൽ അവ്വൽ 12 തന്നെ. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല വഫാത്തിനെ സംബന്ധിച്ച്. അതിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് സ്വഹാബികൾ അത് നമ്മുടെ കലണ്ടറായി സ്വീകരിച്ചില്ല എന്നൊരു ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അതിന് കാരണം പറഞ്ഞത് മറ്റൊന്നല്ല, തങ്ങളുടെ വഫാത്ത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയമല്ലേ. അത് ഓർക്കാൻ ഉമ്മത്തിന് മനസ്സ് കഴിയില്ല. തങ്ങളുടെ വഫാത്തിനെ എങ്ങനെ നമ്മൾ അത് ബേസ് ചെയ്യും? അത് ഏറ്റവും മുഅ്ലിമായ ഒരു സംഭവമല്ലയോ, വേദനിപ്പിക്കുന്ന ഒരു സംഭവമല്ലേ? അത് വേണ്ട. എന്നാൽ ഹിജറ എന്നത് ഹിജ്റത്തു ഫത്ഹിൻ, ഇസ്ലാമിന്റെ ശക്തിയും മുസ്ലിം ഉമ്മത്തിന്റെ വിജയവും അല്ലാഹു നൽകിയത് ഹിജ്റയിലൂടെയാണ്. മദീനത്തേക്ക് വന്നപ്പോഴല്ലേ ഇസ്ലാം പ്രചരിച്ചത്. മദീനയിലല്ലേ ഇസ്ലാമിന് അല്ലാഹു ശക്തി നൽകിയത്. മദീനത്ത് വന്നപ്പോഴല്ലേ ആളുകളുടെ എണ്ണം കൂടിയത്. സുബ്ഹാനല്ലാഹ്. 10